എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. നിലവിലെ എം.പിയാണ് 2 കൊല്ലം കൂടി തുടരാം. ഇവിടെ നിലവിലുള്ള ഇപ്പോഴത്തെ കാലാവധി തീരാൻ പോകുന്ന എം.പിയാണ് ആരിഫ്. ആരിഫ് ജയിക്കുന്നതോടെ 2 എം.പിമാർക്കുള്ള സാധ്യതയാണ്. ഒരു എം.പി വേണോ 2 എം.പി വേണോ എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ 2 എം.പിയും ഉണ്ടാവട്ടെ എന്ന് തീരുമാനിക്കും. ഇവിടെ ലോക്സഭാ എം.പിയും അവിടെ രാജ്യസഭാ എം.പിയും ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന വിധി എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ബി.ജെ.പിക്കെതിരായിട്ടാണ് ഞങ്ങളുടെ മത്സരം എന്നാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബി.ജെ.പി ഇല്ലാതെ കേരളത്തിലാണ് 2 പ്രമുഖരും മത്സരിക്കുന്നത്. ആ മത്സരത്തിന് രസകരമായ ഒരു കാര്യം, അവർക്ക് യഥാർത്ഥത്തിൽ പതാക ഉയർത്താനാവുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പതാകയും വേണ്ട, ലീഗിന്റെ പതാകയും വേണ്ട എന്ന കാര്യം യഥാർത്ഥത്തിൽ അവർക്ക് ആ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാര്യമായിട്ട് നേതൃത്വം നൽകുന്നത് ലീഗാണ്. കോൺഗ്രസിന്റെ പതാകയും ലീഗിന്റെ പതാകയും അന്ന് നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ഉപയോഗിച്ചു. പക്ഷെ നോമിനേഷൻ കൊടുത്ത് ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്ന സന്ദർഭമാകുമ്പോഴേക്ക് ബി.ജെ.പി വ്യാപകമായ പ്രചാരവേല സംഘടിപ്പിച്ചു. അത് ഓരോന്നല്ല, കോൺഗ്രസിന്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാക ഉയർത്തിയിരിക്കുന്നുവെന്നാണ് അന്ന് വിമർശിച്ചത്. ആ വിമർശനത്തിന് ശരിയായ മറുപടി ഇത് മുസ്ലിം ലീഗിന്റെ പതാകയാണെന്നും മുസ്ലിം ലീഗിന്റെ സഹായത്തോടുകൂടിയാണ് ഞാനവിടെ മത്സരിച്ച് ജയിക്കുന്നത് എന്നും പറയാനുള്ള ആർജവും യഥാർത്ഥത്തിൽ അവർ കാണിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധി ആ തുറന്നുപറയൽ നടത്തി മുസ്ലിം ലീഗിനെ തമസ്കരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് ആണ് ജയിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വയനാട് നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ വോട്ടില്ല എങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അപ്പോൾ അത്രയും പ്രാധാന്യം ഉണ്ടായിട്ടും അത് വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഴിഞ്ഞ അനുഭവം വെച്ച് ബി.ജെ.പി ഭയം, ബി.ജെ.പിയുടെ വിമർശന ഭയം കൊണ്ട് അവർ ആദ്യം തീരുമാനിച്ചു മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട. മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ കൊടി ഉയർത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തീരുമാനിച്ചു 2 കൊടിയും വേണ്ട. ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് ബി.ജെ.പി ഭയം കൊണ്ടാണ്. ഈ ബി.ജെ.പിയുടെ വിമർശനത്തെ തന്നെ ഭയപ്പെടുന്ന ഇവർക്ക് എങ്ങനെയാണ് ഫാസിസത്തെ നേരിടാനാവുക? ആലപ്പുഴയിൽ എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസ് പതാക ഉപയോഗിക്കാത്തതിനെ, പ്രചാരണത്തിൽ പതാക ഉപയോഗിക്കാത്തതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ കൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്താനുള്ള ആർജവം രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല എന്ന വിമർശനമാണ് എം.വി. ഗോവിന്ദൻ ഉയർത്തിയത്. വടകരയിൽ